വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എങ്ങനെ ഒരു ബൊഹേൻവില്ലേ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് എളുപ്പ വഴിയിൽ വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും മൾട്ടി കളർ ബൊഹേൻവില്ലയൊക്കെ വാങ്ങിക്കണമെങ്കിൽ. അതേസമയം നമുക്ക് എങ്ങനെ നമ്മുടെ തന്നെ വീട്ടിലുള്ള ഒരു ചെടിയിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം, ഈസിയായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടർ വേണം, പിന്നെ ഒരു ബ്ലേഡോ അല്ലെ ഇതുപോലത്തെ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും നല്ല മൂർച്ചയുള്ള, നമ്മൾ വീട്ടിലുള്ള കറുക്കത്തി ഒന്നും ഉപയോഗിക്കരുത്, ബാക്കി ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ്, ഇത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് പോലെയല്ല, ഇതിങ്ങനെ വലിയുന്നതാണ്. പിന്നെ ഇടാനായിട്ട് കവർ ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു കവറും. പിന്നെ നമ്മൾ എടുക്കുന്ന കട്ടറായാലും ശരി ബ്ലേഡ് ആയാലും ശരി അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഞാൻ പിന്നെ ഇതുപോലെ ഒരു കയ്യോറ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല, പുതിയൊരു കയ്യോറ എടുത്തിട്ടുണ്ട്. നമ്മൾ അത് വി ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ കൈയൊക്കെ മുറിയാതിരിക്കാനായിട്ട് ഇനി ഒരു കയ്യോറ എടുത്തിരിക്കണം. ഞാനിവിടെ ഹൈഡ്രോക്ലോറോക്സൈഡ് ഇട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സാനിറ്റൈസറോ എന്തെങ്കിലും വെച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. വഴക്കമുള്ളൊരു ബൊഹേൻവില്ലയായിരുന്നു, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഇതിന് കുറച്ച് ഹൈറ്റ് വന്നു കഴിഞ്ഞ് 4-5 ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 3 ബ്രാഞ്ചിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാനൊരു നഴ്സറി പോയപ്പോൾ ആ നഴ്സറിയിലെ ചേട്ടനാണ് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നെ. ഞാൻ ചെയ്ത 3 എണ്ണത്തിലും പുതിയ തലമുറകളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് 3 എണ്ണമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ കവർ അയച്ച് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് മുള്ളുള്ള ബൊഹേൻവില്ലയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുള്ളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ആദ്യം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ആ നഴ്സറിയിലെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് മുകളിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ, കുറച്ച് ഹൈറ്റിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ അത് പിടിച്ചില്ല എങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പിന്നെ താഴെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും ഹൈറ്റ് ചെയ്തത്. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ്, ബൊഹേൻവില്ല ചെടിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇതിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതായത് ഇങ്ങനെ നോട്ട്സ് തമ്മിൽ അകലമുള്ള കമ്പുകളും വലിയ ലീഫുള്ള ഇലകളുടെ വലിയ ലീഫുള്ള ചെടികളുമാണ് നമ്മൾ നടേണ്ടത്. ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് റൂട്ട് സ്റ്റോക്കായിട്ട് ചെയ്യേണ്ടതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നെ. ഇതാണ് ആദ്യം ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ 3 എണ്ണമാണ് ചെയ്തിരുന്നത്. ഇതിലൊന്ന് മഹാറാണി, ഒന്ന് അടർണ, പിന്നെ ഒന്ന് സ്വീറ്റ് ഹാർട്ട്. കളർ കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്താൽ കേട്ടോ. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ചില്ലി റെഡും അതുപോലെ തന്നെ മിസ് ഹോളണ്ടിൻ്റെ ഒരു കമ്പുമാണ്. അങ്ങനെ 5 എണ്ണം ചെയ്യാനുള്ളതാണ്. എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ പലതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ വെക്കാം കേട്ടോ. ഇതിപ്പോൾ 2 എണ്ണം ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു കമ്പിൽ തന്നെ 2 കമ്പ് വെക്കാനായിട്ട് നോക്കുവാണേ. ഈ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ കട്ടർ നല്ല എളുപ്പം കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. നല്ല സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യും, നല്ല മൂർച്ചയുണ്ട്. ഇതിന് വലിയ വിലയുള്ളതൊന്നുമല്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന കട്ടർ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തേ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ 2 കട്ടർ സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 സൈഡും നമ്മൾ ഒരു വി ആകൃതിയിൽ താഴെ കൊണ്ട് ഒരു ആപ്പ് പോലെ വരുത്തൊക്കെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡും അതുപോലെ തന്നെ ഈ സൈഡും താഴ്വശം വരുമ്പം ഇങ്ങനെ ഒരു വി ഷേപ്പിൽ. ചതയരുത്, ചതയാതെ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡോ എന്തെങ്കിലും എടുത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് ഇനി ചേർത്ത് വെക്കുക. അതായത് ചേർന്നിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ഇത് നമ്മളിങ്ങനെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുമ്പം ഇങ്ങനെ ചേർന്നിരിക്കണം. അതായത് ഇവിടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരരുത്. ഇതിങ്ങനെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കും ചേർന്ന് വരണം. ഏതെങ്കിലും ഒരു സൈഡ് ഈ നമ്മുടെ ഈ റൂട്ട് സ്റ്റോക്കുമായിട്ട് ചേർന്ന് വരണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതിൻ്റെ ഒരു ഭാഗം ചേർന്നിരിക്കണം. ഇത് മിസ് ഹോളണ്ടും ചില്ലി റെഡും കേട്ടോ ഇതിൽ വെച്ച് കൊടുത്തേക്കണേ. ഇതുപോലത്തെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല ബലമായിട്ട് തന്നെ, അതായത് ഇവിടെ ചേർന്നിരിക്കണം, ലൂസാക്കലില്ല, ടൈറ്റായിട്ട് തന്നെ കെട്ടി വെക്കാം. ഈ കെട്ടൊരിക്കലും ലൂസായി പോകരുത് കേട്ടോ, നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ കെട്ടോ. ഞാൻ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഈ ചെടിയിൽ. ഇത് ആ 3 സക്സസ് ആയി കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ആർക്ക് വേണേലും ഗ്രാഫ്റ്റ് ചെയ്യാം. ഏത് തുടക്കക്കാർക്കും ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തവർക്ക് പോലും നമുക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഒരു റൂട്ട് സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ ഹൈറ്റ് ഒട്ടും തന്നെ കട്ട് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഒന്ന് തെറ്റിപ്പോയാലും നമുക്കത് കട്ട് ചെയ്തിട്ട് അടുത്ത ചെയ്ത് നോക്കാം. അങ്ങനെ എങ്ങനെ ആയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് ചെയ്ത് പഠിക്കും. എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് വെക്കണം. ഇതുപോലത്തെ ഒരു കവർ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ കാണാൻ പറ്റും. നമുക്കിത് കിളിർപ്പ് വന്നിട്ടുണ്ട്, അഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. ഈ കവറിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച, അതായത് പയറും കടലയൊക്കെ വാങ്ങിക്കുന്ന കവർ ഉപയോഗിക്കരുത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പുതിയ കവർ തന്നെ ഉപയോഗിക്കണം. ഇത് സാഫ് കലക്കിയ വെള്ളം ഇതിനകത്തേക്ക് കുറച്ചിട്ട ശേഷം കുലുക്കി എടുത്തിട്ടൊന്ന് കളയുക. ഈ പുതിയ കവറില്ലാത്തൊരു വീട്ടിലുള്ള പഴയ കവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് സാഫിനകത്ത് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കണേ. ഇതുപോലത്തെ ഞാനിവിടെ ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും നൂലോ പ്ലാസ്റ്റിക്കിൻ്റെ നൂലോ എന്തെങ്കിലും ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക. വെള്ളമൊന്നും വീഴാത്ത വിധത്തിൽ, മഴയൊക്കെ നനഞ്ഞാലും വെള്ളമൊന്നും വീഴാത്ത വിധത്തിൽ കെട്ടിക്കൊടുക്കുക. എടുത്തിട്ടുണ്ട്. ഇനി തളർപ്പുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവറിന് മുകളിൽ നിന്ന് തന്നെ പുറത്തോട്ട് തന്നെ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ താഴേക്ക് വരുന്ന ഇവിടെ ഏതെങ്കിലും തളർപ്പുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം നുള്ളിക്കളയണം. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും ഒരു 4 ഇരട്ടി സന്തോഷമാണ് നമ്മൾ തന്നെത്താനെ ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയിട്ട് അതിൽ പൂക്കളുണ്ടായി കാണാനായിട്ട്. ഇതിന് നമ്മൾ 2 കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സൺറൈസ് വൈറ്റും റൂബി റെഡുമാണ്. ഇപ്പോൾ ഇത് നമ്മൾ 3 കിളിർത്തിരിക്കുന്ന, ഒന്ന് അടർണ, അതുപോലെ മഹാറാണി, ഇത് സ്വീറ്റ് ഹാർട്ടിൻ്റെ അങ്ങനെ 3 സ്വീറ്റ് ഹാർട്ട്, അങ്ങനെ 3 ഇതിൽ വെച്ചിരിക്കുന്ന. ഇത് മിസ് ഹോളണ്ടും ചില്ലി റെഡുമാണ് ഇതിൽ റൂബി റെഡും സൺറൈസ് വൈറ്റും. നമുക്കിതും കവറിട്ട് മൂടി കൊടുക്കാം. നല്ല പഴയ ഒരു നാടൻ റൂട്ട് സ്റ്റോക്കാണ് കേട്ടോ. എനിക്കൊരു ചേട്ടനെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പം ഞാനിത് നട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇതുപോലെ കുറേ ബ്രാഞ്ചസ് ഒക്കെ വന്നു. ഇതിലൊരു പഴയ ഒരു ഓറഞ്ച് ചെറിയ കുറച്ച് പൂക്കളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലും ഇതുപോലെ നമ്മൾ ചെയ്ത ക്രാഫ്റ്റിങ് വിജയിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുറേ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇന്നലെ ചെയ്തതാണ്, ചേർത്ത് വരാനായിട്ടില്ല. 2 ആഴ്ച കഴിയുമ്പോൾ നമുക്കിതൊക്കെ പിടിച്ചിട്ടുണ്ടോയെന്ന് മനസ്സിലാവുള്ളൂ. ഇനി ഇത് സക്സസ് ആയില്ല, ഇത് കിളിർത്തില്ലെങ്കിൽ നമ്മൾ ഇതിന് തൊട്ട് താഴെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടുത്ത കമ്പ് വെച്ച് കൊടുക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.